ഹലോ, ഇതേതാ സ്ഥലമെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ആർക്കും മനസ്സിലാവാനല്ലേ? പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ എനിക്കും മനസ്സിലാവില്ല. എന്തായാലും ഞാൻ തന്നെ പറയാം. ഇത് നമ്മുടെ ചിത്രകലയുടെ തമ്പുരാനായ രാജാ രവിവർമ്മയുടെ ജന്മസ്ഥലമായ കിളിമാനൂരാണ് കേട്ടോ. ഞാനും ഒരു കിളിമാനൂർക്കാരിയാണ്. ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ കുടുംബ വീട്ടിലേക്കാണ്. വിശദമായിട്ടുള്ള വീഡിയോസൊന്നും അല്ല, ജസ്റ്റ് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതി. ആ കാണുന്ന വഴിയില്ലേ, ആ തമ്പുരാട്ടിപ്പാറയിലോട്ട് പോണ വഴിയാട്ടോ. നമ്മളിപ്പോൾ വീടിൻ്റെ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി കേട്ടോ. വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. റോഡ് സൈഡിലാണ് വീടെങ്കിലും ഇതുപോലെ പൊക്കപ്പുറത്താണ്. അപ്പോൾ കുറച്ച് സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകണം. കുറച്ച് സ്റ്റെപ്പല്ല, കയറി ഇങ്ങ് വന്നിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഞങ്ങൾക്ക് വലിയ പാടൊന്നുമില്ല കേട്ടോ. വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ റോഡിൽ കൂടെ വണ്ടി വരുന്നത് കാണാൻ പറ്റും. ബസ് വരുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി താഴെ എത്തുമ്പോൾ നമുക്ക് ബസ്സിൽ കയറി പോകാനും പറ്റും. ചെറിയ വീടാണെങ്കിലും ഞങ്ങൾക്കിത് വലിയ വീടാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ആരും താമസമില്ല. എല്ലാവരും ഓരോരോ ജോലി തിരക്കും മറ്റതുമായിട്ട് വേറെ വേറെ സ്ഥലങ്ങളിലാണ്. വല്ലപ്പോഴും ഒന്നിച്ചു കൂടും. ഈ കാണുന്നതാണ് തമ്പുരാട്ടിപ്പാറ. ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയെന്നേ ഉള്ളൂ. തമ്പുരാട്ടിപ്പാറയുടെ മുകളിൽ ശിവൻ്റെ പ്രതിഷ്ഠയാട്ടോ. താഴെയാണ് ക്ഷേത്രം, അവിടെ പാർവതി ദേവിയാണ്. ഞാനും അമ്മയും കൂടെ വീടൊന്ന് വൃത്തിയാക്കിയിടാൻ വേണ്ടി വന്നതാണ്. ഇടയ്ക്ക് വീടൊന്ന് വൃത്തിയാക്കിയിടാൻ വേണ്ടി ഇതുപോലെ വരാറുണ്ട്. കാരണം വീട് നശിച്ചു പോകാൻ പാടില്ലല്ലോ, അതോർത്തിട്ടാണേ. നശിച്ചു പോയാൽ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ്. അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. ഞങ്ങളല്ല, എൻ്റെ അമ്മ തന്നെയാണ് കേട്ടോ. ഞാൻ 10ൽ പഠിക്കുമ്പോഴാണ് ഈ വീടുണ്ടാക്കുന്നത്. പിന്നെ അങ്ങോട്ട് നമ്മളെല്ലാവരും അവിടെയായിരുന്നു, ഞാനും ചേട്ടന്മാരും അമ്മയൊക്കെ. ഭയങ്കര സന്തോഷമല്ല, എപ്പോഴും ഭയങ്കര സന്തോഷമായിട്ട് ആർക്കും ഇരിക്കാൻ പറ്റില്ലല്ലോ. അടിയും വഴക്കും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും അവിടെ എത്തുമ്പോൾ എല്ലാവർക്കും അതൊരു എന്താ പറയുക, പഴയ ഓർമ്മകളൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, എന്നാൽ ഭയങ്കര സങ്കടമാണ്. തിരിച്ചു പോകുമ്പോൾ അമ്മയുടെ മുഖം കടന്തലൂത്തിയ പോലെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അതങ്ങനെ ആയിരിക്കുമല്ലോ, സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. എന്ന് കരുതി ഇപ്പോൾ സ്വന്തം വീട് അല്ല എന്നല്ല കേട്ടോ, സ്വന്തം വീട് തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. എന്നാലും അത് നമ്മളെ കുടുംബ വീടാണല്ലോ. എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോൾ മാത്രമേ എല്ലാവരും അവിടെ വരാറുള്ളൂ. കാരണം എല്ലാവർക്കും ജോലിയും മറ്റു കാര്യങ്ങളുമായിട്ട് പല പല സ്ഥലത്താണേ. പിന്നെ എനിക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എനിക്ക് തുടക്കക്കാരി ആയതിൻ്റെ ഒരുപാട് കുറവുകളുണ്ടാവും. കാരണം എനിക്കിതൊന്നും വീഡിയോ പിടിച്ച് വലിയ പരിചയമില്ല. പയ്യെ എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം കേട്ടോ.